ഹലോ മൈ ഡിയേഴ്സ്, ചക്ക സീസണിൽ ഞങ്ങളുടെ വീട്ടിൽ ചക്കപ്പുഴുക്ക് ഒരു സ്ഥിര ഐറ്റമാണ്. എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. എൻ്റെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ രീതിയിലാണിത്. ഇത്രയാണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തേങ്ങായ 2-3 പച്ചമുളക്, ഒരു മുറി, ഒരു ഹാഫ് തേങ്ങ എടുത്തു ഫുള്ള് അല്ലേ. എന്നിട്ട് 4 കഷ്ണം വെളുത്തുള്ളി, 2 കപ്പ് കരിയാപ്പല, 1 സ്പൂണ് മുളക് പൊടി. കശ്മീരി ആണോ? എരിവുള്ളതാണോ? ഇത് എരിയുള്ള മുളകാണ്. എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ. ഒരു ശകലം മഞ്ഞപ്പൊടി, ഇത്രയാണ് അരപ്പിന് അല്ലേ. ഇത് ചതച്ച് തേങ്ങായും ചുവായ ഒന്ന് ചതച്ച് ചട്ടയ്ക്കകത്തിട്ട് കുക്കറിനകത്ത് വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് വിട്ട് അടുപ്പായി വെക്കണം. തോരന അരയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. തേങ്ങ ഒത്തിരി ഇട്ടാ രുചി കൂടുവോ? രുചി കൂടും. വേവുന്നുണ്ടെ ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല രുചി. അപ്പൊ എത്ര തേങ്ങ വേണേലും കൂടുതൽ ഇടാവും. കറിവേപ്പിലയും കൂടെ അടിക്കണം അല്ലേ. ചെറുതായിട്ടുണ്ട്. കരിയാപ്പില ഒരുപാട് അരയരുത്. ഇത്ര അരിഞ്ഞാ മതി. ഇത്ര 1-2 അടി അടിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ കുക്കറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടെ ഇട്ടത് വെള്ളം വെക്കാം. രണ്ടുപേരുടെയും കൈയും കൂടെ കഴുകി. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം, തേങ്ങ, ഉപ്പ്, ചക്ക എല്ലാം കൂടെ കുക്കറിലിട്ടു. ഒന്ന് മിക്സ് ചെയ്യണം. കടച്ചക്ക ഇന്നെല്ലാം ചക്ക കൂട്ടാനുകളാണ്. ഇനി എത്ര വിസിലാ? 2 വിസിലടി. തീ കൂട്ടി വെക്കണം. 2 വിസിൽ കഴിയുമ്പോ ഓഫ് ചെയ്യാം. കുക്കർ പിന്നെ ഓഫ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇത് വേറെ ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തവി വെച്ച് ഇളക്കി. ഒത്തിരി അങ്ങ് കുഴയണ്ട അല്ലേ. കഷണമായിട്ടുള്ളതെല്ലാം ഒന്ന് കുഴയണം. നീ ലാസ്റ്റ് വെളിച്ചെണ്ണ ഇടുവോ? ഇല്ല, ഇപ്പൊ ഒഴിച്ചു. തീർന്നു. കഴിഞ്ഞു. കൊള്ളാം. സൂപ്പറാണ്. നല്ല രുചി. ഇതിന് മീനിന്റെ കൂടെയും അച്ചാറിന്റെ കൂടെ ഒക്കെ കൂട്ടാം. കടുമാങ്ങായ നല്ലത്. മാങ്ങാച്ചാറോ മീനോ ചമ്മന്തിയോ ഇഷ്ടമുള്ളത് കൂട്ടി കഴിക്കാം.